Say. Greetings to all. So BPAS 184, Logistic Management. Okay. Logistic Management വെച്ചാൽ സേവനങ്ങളും സാമഗ്രികളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയ. അതാണ് ഇപ്പോൾ ഒരു ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ എന്തിനൊക്കെ വേണ്ടിയുള്ള സേവനങ്ങളൊക്കെ ഉണ്ടല്ലോ, സാമഗ്രികളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയെ പറ്റിയിട്ടാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ BPAS 184. Today I'll be taking Unit 4. 4. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ? ഓക്കെ, ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ് സൈക്കിൾ? അപ്പൊ ഇതിൽ വരുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ആക്ടിവിറ്റീസ്, പിന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ യൂണിറ്റിൽ എന്തൊക്കെ വരുന്ന അതിന്റെ മെയിൻ ഹെഡാണ്. ക്വാളിറ്റി മോണിറ്ററിംഗ് ഓഫ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ലോജിസ്റ്റിക് എൻവയറോൺമെന്റ്. ഇതാണ് ഇത്തരത്തിലുള്ള സബ് ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. അത് എലാബറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷനിലെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് എ കോമ്പോണന്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് that attempts to meet the demand of the customers. അപ്പൊ കസ്റ്റമറുടെ നീഡ് മീറ്റ് ചെയ്യുന്നതാണ് ഈ നമ്മുടെ ഈ പ്രോസസ്സ്, അതായത് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. കസ്റ്റമർ അവരില്ലാണ്ട് കമ്പനി ഉണ്ടാവില്ലല്ലോ. കമ്പനിയുടെ പിന്നെ പ്രൊഡക്ഷൻ എന്തിനാണ്? അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ, ഓരോരോ കസ്റ്റമർക്ക് ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വിചാരിക്കണേ, കാരണം അവർ എക്സ്പെക്ടേഷൻ സെയിം ആവില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ക്വാണ്ടിറ്റി വേണം, ഇത്ര ക്വാണ്ടിറ്റി വേണം, ഇന്ന സ്പെസിഫിക്കേഷൻ വേണം, വെയിറ്റ് ഇത്ര ആയിരിക്കണം, ഇങ്ങനെ ഹൈറ്റ് ഇത്ര ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ടാവില്ലേ. അപ്പൊ ഇത് നമുക്ക് ബെറ്റർ പ്ലാനിങ്ങിലൂടെ, കൺട്രോളിലൂടെ is the last thing. Okay, in management concept. Okay, planning is the preliminary this thing, and control is the last activity. So in a management process, and implementation of the effective movement and storage of goods and services from the point of origin in destination. സാധനം എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ സേഫ് ആയിട്ട് സൂക്ഷിക്കുക. സാധനങ്ങൾ പലവിധമാണ്. ചിലപ്പോൾ ആസിഡ്, കെമിക്കൽസ്, പൗഡർ, വളരെയധികം എക്സ്പ്ലോസീവ് ആയിരിക്കും ചില സമയത്ത്. ഇത് സൂക്ഷിക്കേണ്ട ഓരോരോ പെട്രോള്, ഡീസല് സ്റ്റോർ ചെയ്യുന്നിടത്ത് അവിടെ അടുത്ത് സിഗരറ്റ് എന്തെങ്കിലും ആരെങ്കിലും വലിച്ചാൽ അതിനുള്ള പ്രിക്കോഷൻ അവിടെ വേണം. അതിന് നമ്മുടെ കമ്പി വേലി കെട്ടണം. അവിടെ ഡീസൽ സ്റ്റോറേജ് ഉണ്ട്, അവിടെ പോയിട്ട് സിഗരറ്റ് വലിച്ചാൽ ഇതിന് നിൽക്കരുത്. പിന്നെ നമ്മുടെ DI പ്ലാന്റ്, നൈട്രജൻ പ്ലാന്റ്, അതേമാതിരിയുള്ള അവിടെ ഗ്യാസ് പ്ലാന്റ്, അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക. അപ്പൊ എന്താ പറയുക, ഇതിന്റെ ഓരോന്നുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം. There are several key activities that fulfill the 7 rights of logistics. എന്താ 7 റൈറ്റ്? അതായത് പ്രൊഡക്റ്റ്, ഇതാ 7 എണ്ണം. 1 പ്രൊഡക്റ്റ്, 2 ക്വാണ്ടിറ്റി. ആദ്യത്തെ പ്രൊഡക്റ്റ്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി, മൂന്നാമത്തെ കണ്ടീഷൻ, നാലാമത്തെ കസ്റ്റമർ, പ്ലേസ്. അത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ there are several key activity. അതേമാതിരി 7 റൈറ്റ് പറയണ്ട. അതില് പ്രൊഡക്റ്റ് വേണം, ക്വാണ്ടിറ്റി വേണം, കണ്ടീഷൻ പ്രോപ്പർ ആയിരിക്കണം, ഗുഡ് കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, പ്ലേസ്, സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എവിടെ ഡെലിവറി ചെയ്യേണ്ടത്? അതായത് ഇതിന് ഹൈദരാബാദ്, അതായത് കൽക്കട്ട, അങ്ങനെ പല സ്ഥലത്തോടാണ് ഡെലിവറി ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, ദെൻ പ്ലേസ്, കസ്റ്റമർ, ടൈം, സമയത്തിന്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈമിന് നിങ്ങൾ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ ക്യാൻസൽ ആവും. പിന്നെ അതേമാതിരി പ്രൈസ്, കോമ്പറ്റേറ്റീവ് പ്രൈസ് ആയിരിക്കണം. അപ്പൊ അതാണ് ഇതിൽ 7 എണ്ണം പറഞ്ഞത്. ഓക്കെ, സോ 7 rights of logistics. In this unit, an attempt is made to explain the logistics management cycle and the importance of all the activities. എല്ലാത്തിനും പ്രാധാന്യം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ the logistic management cycle and the importance of all activities, അതിനെ പറ്റിയിട്ടാണ്.
പ്രാധാന്യം. സോ ദ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പറഞ്ഞാൽ ഇത് എവിടുന്ന് പ്രൊക്യൂർ ചെയ്യുന്നു, ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതിന്റെ പ്രത്യേകം ഇതിന്റെ ഓരോരോ മോഡ്യൂൾസ് ഉണ്ട്. ഇത് എവിടുന്നാണ് മേടിക്കുന്നത്, അതേമാതിരി ഇതിന്റെ അഡ്രസ്സ് എന്താണ്, എന്താ ഒരു മാനുഫാക്ചറാണ്, എന്താ സ്പെസിഫിക്കേഷൻ, എന്താ വെയിറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം അത് ഡൊമസ്റ്റിക് ആണോ അതോ ഇന്റർനാഷണൽ ആണോ ഇതൊക്കെ അറിയണം. അപ്പോൾ ഇതൊക്കെ ഈ മാനേജ്മെന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇതില് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തില് കിട്ടും. ആൻഡ് ഇത് നമ്മൾ മാനേജ്മെന്റിലും പുട്ടപ്പ് ചെയ്യണം. ഫ്രം വേർ യു ആർ ഗോയിങ് ടു പർച്ചേസ്. അപ്പോൾ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഓപ്പറേഷൻ. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഘടകമാണ്. ദി ക്വാളിറ്റി ഇഷ്യൂസ് ഇൻ മാനേജിങ് ലോജിസ്റ്റിക്സ് ആൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇമ്പാക്ട് ദ ലോജിസ്റ്റിക് എൻവയറോൺമെന്റ് ആർ അനലൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ക്വാളിറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തും ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് പിന്നെ കണ്ടമാനം എന്താ പറയണ്ടേ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ കാരണം എന്തല്ലേ പല കോടതിയിലും മറ്റേതിലൊക്കെ പോയിട്ട് എത്രത്തോളം നാശനഷ്ടം, ആരും മരണോ എന്തെങ്കിലും സംഭവിച്ചു വെച്ചാൽ ഇതെല്ലാം. ഇപ്പം ജോൺസൺ പൗഡർ ആരോ പറഞ്ഞു, ഏതോ ലബോറട്ടറി പറഞ്ഞു കുട്ടികൾക്ക് അതേമാതിരി ക്യാൻസർ ഉണ്ടാവും പിന്നീട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമായി. അപ്പോൾ അതൊക്കെ വളരെ കോക്കോകോള അതേമാതിരി അതിൽ ചിലപ്പോൾ പെസ്റ്റിസൈഡ്സ് അങ്ങനെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളില്ലേ, കെമിക്കൽ. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മളെ ക്വാളിറ്റി പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു ഇതുമില്ല. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഹാസ് ടു ബി മെയിൻറ്റെയിൻ. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ. ദി ഗോൾ ഓഫ് ദ ലോജിസ്റ്റിക് സിസ്റ്റം ഈസ് മീറ്റിംഗ് പറഞ്ഞു. യൂസേഴ്സിന്റെ ആരത് യൂസ് ചെയ്യുന്നത് അതല്ലേ അവരുടെ റിക്വയർമെന്റ് അല്ലേ മീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഫുൾഫില്ലിംഗ് ദ 7 rights of logistic product quantity, condition, place, customer, time and price. ഇത് പറഞ്ഞു. To elaborate the 7 rights are to deliver the right product. പറഞ്ഞ പ്രൊഡക്റ്റ് കറക്റ്റ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു തിരിച്ചയക്കും. റൈറ്റ് ക്വാണ്ടിറ്റി 10 എന്ന് പറയാൻ 50 അല്ല, റൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ലെസ് ക്വാണ്ടിറ്റിയും പാടില്ല, കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ ഓവർ ക്വാണ്ടിറ്റി വെച്ച് തിരിച്ചയക്കും. അതേമാതിരി ലെസ്സായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ അവർ 100 എണ്ണം പറഞ്ഞത് നമ്മൾ 10 എണ്ണം അയച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമം സംഭവിക്കും. ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ, അയക്കുന്ന സാധനങ്ങൾ വർക്കിംഗ് കണ്ടീഷൻ നോക്കണ്ടേ. ഇപ്പൊ കമ്പ്യൂട്ടർ നോക്കൂ, വേറെ എന്തെങ്കിലും ആയിട്ടോ, ഒരു വണ്ടി ഓടിക്കുക, വണ്ടി സ്കൂട്ടറോ എന്തായിക്കോട്ടെ, വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ അത് കൊടുത്തിട്ട് എന്താ കാര്യം. ആൻഡ് ദി റൈറ്റ് പ്ലേസ്, അത് എവിടെ. നമ്മൾ കാൺപൂരിൽ സപ്ലൈ കൊടുക്കാൻ വേണ്ടി പോയിട്ട് അലഹബാദ് കൊണ്ടു കൊടുത്താലോ, അങ്ങനെ. അപ്പൊ റൈറ്റ് പ്ലേസ് കൊടുക്കണം. പിന്നെ സമയത്തിന്റെ പ്രാധാന്യം, അതായത് നിങ്ങൾ ഇന്ന് ഡെലിവറി ചെയ്യുന്നത് 10 ദിവസം കഴിഞ്ഞ് ഡെലിവറി ചെയ്തിട്ട് പ്രയോജനം എന്താണ്. അതായത് ഓരോരുത്തർക്ക് ചിലപ്പോൾ വിസ അതിനൊക്കെ ക്ലെയിം ചെയ്യുന്ന ഓരോ ചില ഡോക്യുമെന്റ്സ് ഒക്കെയാണ്. അത് നമുക്ക് 1-2 ദിവസത്തിനൊക്കെ കിട്ടേണ്ടത് 15 ദിവസം കഴിഞ്ഞ് പോയി അവിടെ ഇതാവും. അപ്പൊ അതുകൊണ്ട് ടൈം ഈസ് വെരി പ്രഷ്യസ്. മനസ്സിലായില്ലേ. അപ്പൊ ഈ മാനേജ്മെന്റ് അല്ലേ, ടൈം വളരെ എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് സ്കിൽ ഈസ് റിക്വയർഡ്. വർക്കർക്കും ഓഫീസർമാർക്കും ഈ എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ബാധകമാണ്. അതായത് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുമല്ലോ, ഞങ്ങൾക്ക് കൂടുതൽ ജോലിയാണ്, സമയം കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ഇത്തരത്തില് വർക്ക് ലോഡാണ്, അതാണ്. അങ്ങനെയൊന്നുമില്ല. സമയത്തിന് നിങ്ങൾ ജോലി ചെയ്താൽ മതി. ഒന്ന്, ആ ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, വെണ്ടിങ് വയ്ക്കാതെ. കാരണം എല്ലാവർക്കും 24 മണിക്കൂറുള്ള സമയം ദൈവം തന്നതേ. ലോകത്തിലെ എല്ലാവർക്കും 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ അത് 26 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 23 അല്ല. ആ ടാറ്റയ്ക്കും ബിർളയ്ക്കും മറ്റേ ബിർഗ അതേമാതിരി നമ്മുടെ അംബാനിക്കുള്ള അതേ സമയമാണ് നിങ്ങൾക്കും എനിക്കും, 24 മണിക്കൂർ. അപ്പൊ എല്ലാം ഈ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പ്രിയോറിറ്റി ബേസിസിൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ എബിലിറ്റി. ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. കടലിലെ തിരമാലയും സമയവും ആർക്കും വേണ്ടിയിട്ട് കാത്തിരിക്കില്ല. ഇപ്പൊ നമുക്ക് ഒരു മിനിറ്റ് നിൽക്കേണ്ട, ക്ലോക്കിനോട് പറയണം നീ അടിക്കേണ്ട, കുറച്ച് നിൽക്ക്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടിക്ക്, പറയാൻ പറ്റുമോ? സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ വേറൊരു കാര്യം, ടൈം ഈസ് മൂവിങ് ബാക്ക്.
ഫോർവേഡ്, അതായത് നിങ്ങൾ പറയുമ്പോൾ 1 കഴിഞ്ഞാൽ 2 അല്ലേ, 2 കഴിഞ്ഞാൽ 3 അല്ലേ എന്ന് അല്ല. അതെ, ആ കണക്കിൽ കിടക്കണേ. പക്ഷെ ഒരു കാര്യം, നിങ്ങളെ ഇപ്പോൾ 4 മണി 1 മിനിറ്റ് അല്ലെങ്കിൽ 7 സെക്കൻഡ് എന്ന് വിചാരിക്കുക. 4 മണി 1 മിനിറ്റ് 7 സെക്കൻഡ്. ഇത് ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ? ഈ തീയതി 4 മണി 1 മിനിറ്റ് അല്ലെങ്കിൽ 20 സെക്കൻഡോ 10 സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ എന്നെങ്കിലും ഈ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? ദ ടൈം ലോസ്റ്റ് ബൈ യു ഈസ് ലോസ്റ്റ് ഫോർ എവർ. അതായത് സമയം എത്രത്തോളം നിങ്ങൾ, അതായത് കഴിഞ്ഞു പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സോ whatever time is there at your disposal, that is to be used effectively. അത് നിങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമയത്തിന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൺ ഈസ് മസ്റ്റ്, വൺ ഈസ് ഷുഡ്. ഇതിലൊന്നും ബുക്കിലില്ല, ശ്രദ്ധിക്കുക. കാരണം എല്ലാവരും പറയുമ്പോൾ ഞങ്ങൾ ഓവർലോഡാണ്, സമയമാണ്, അതാണ്. അങ്ങനെ ഒന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നോക്കൂ, അതിനെന്താ ചെയ്യേണ്ടത്? മേക്ക് എ ടേബിൾ ഓർ എ ഡയറി. ആൻഡ് നിങ്ങളൊരു ഓഫീസിൽ വന്നാലോ ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ് നോക്കുക, അതാണ് മസ്റ്റ്. പിന്നെ 1 മണി അല്ലെങ്കിൽ 2 മണിക്ക് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ചില ജോബ് ഉണ്ടാവും. ചിലത് ആദ്യം പെട്ടെന്ന് ചെയ്യണം, ചിലത് ഓക്കെ 1 മണിക്ക് ശേഷം ചെയ്യാം, അതാണ് ഷുഡ്. പക്ഷേ ഈ ഷുഡ് നിങ്ങൾ 2 മണിക്ക് ശേഷം ചെയ്തിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ട് പരിണമിക്കും. കാരണം ഡിലേ ചെയ്തത് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഷുഡ് വിൽ ആൾസോ ബിക്കം മസ്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്, ഒക്കെ ഓർക്കുക. അപ്പോൾ പിന്നെ കസ്റ്റമറുടെ ചില റൈറ്റ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ, റിജക്റ്റ് കൊടുത്തിട്ടില്ല. കാരണം എന്താ അറിയോ, കൽക്കട്ടയിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ഹൈദരാബാദിൽ കൊടുത്ത ആ ഹൈദരാബാദിൽ നിന്ന് കൽക്കട്ടയ്ക്കുള്ള പൈസ ആര് കൊടുക്കും? ഒരു ഷിപ്മെന്റ് വിശാഖപട്ടണം പോർട്ട് കൊടുക്കേണ്ടത് കൊച്ചി പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം കണ്ടെയ്നറും മറ്റേതൊക്കെ ഇതിന്റെ പൈസ വിശാഖപട്ടണത്ത് പോകേണ്ട പൈസ ആര് കൊടുക്കും? അപ്പൊ ഇങ്ങനത്തെ അതാണ് റൈറ്റ് ടൈം, റൈറ്റ് കണ്ടീഷൻ, റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് കസ്റ്റമർ. നിങ്ങളെ കസ്റ്റമറെ പറഞ്ഞിട്ട് ആരെയും നമ്മളെ കസ്റ്റമർ ആക്കാൻ പറ്റില്ല. നോക്കൂ, അവരുടെ എന്താണ് ക്രെഡിബിലിറ്റി, സാധനം കൊടുത്താൽ കാശ് കിട്ടുക, അവരുടെ ഡീലിങ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കണം. പിന്നെ അപ്പോ പ്രൈസ്, ചില സമയത്ത് വലിയ നല്ല നല്ല പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ്, ചിലപ്പോൾ കാരണം എന്താ കണ്ടിന്യൂസ് ഓർഡർ നമുക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ലാർസൺ L&T എന്നൊരു ഓർഡർ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അവിടെ നമ്മൾ പ്രൈസ് അല്പം ലെസ്സായിട്ട് കോട്ട് ചെയ്ത് വിചാരിക്കുക. യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് എനിത്തിങ്, യു വിൽ ഗെറ്റ് എ ബൾക്ക് ഓർഡർ ബിക്കോസ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനി ഇൻ ഇന്ത്യ. I have got several projects. അതുകൊണ്ട് അത്തരത്തിലുള്ള കസ്റ്റമറുടെ നമ്മൾ വളരെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റും, കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡർ കിട്ടും. ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് നമുക്ക് ഓൺലി ആ എംപ്ലോയീസിന് സുഖമായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ബോണസ് കിട്ടും, വർക്ക് ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും, ശമ്പളം കിട്ടും, എല്ലാം കിട്ടും. കമ്പനി വിൽ സർവൈവ്. സോ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻക്ലൂഡ് സെവറൽ ആക്ടിവിറ്റീസ് ദാറ്റ് സപ്പോർട്ട് ദീസ് റൈറ്റ്സ്. എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഈസ് യൂസ്ഡ് ടു ഓർഗനൈസ് ദീസ്. അതുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് വേണ്ടത്. ഇനി ദി ലോജിസ്റ്റിക് സൈക്കിൾ comprises the following components. അതായത് കേട്ടോളൂ, സെർവിങ് കസ്റ്റമേഴ്സ്, റൈറ്റ് പ്ലേസ്. അതായത് നമ്മൾ കസ്റ്റമറെ സെർവ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് പ്ലേസിൽ, ടൈമിൽ ആൻഡ് കോസ്റ്റില്, അതാണ് സെർവിങ് കസ്റ്റമർ. ശ്രദ്ധിച്ചോളൂ, ബ്രാക്കറ്റില് റൈറ്റ് പ്ലേസ്, ടൈം ആൻഡ് കോസ്റ്റ്. നമ്പർ 2, പ്രൊഡക്ഷൻ സെലക്ഷൻ. നിങ്ങൾ പലതും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. നമ്മളെന്തെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങാൻ പോയാ, നമ്മളിപ്പോൾ ഈവൻ ഒരു ഷർട്ട് വാങ്ങണം വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സാരി എന്താ വാങ്ങുമ്പോൾ യു ആർ ഗോയിങ് ടു ചൂസ്. നിങ്ങൾക്ക് എന്താ റിക്വയർമെന്റ്, അതല്ലേ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. കൊച്ചു കുട്ടിയാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് വാങ്ങും, അത് ഏത് ചോക്ലേറ്റ്, അത് അവന് പ്രിഫർ ചെയ്യുന്നു, എനിക്ക് അത് വേണം, ഇത് വേണം, അമൂലിന്റെ വേണം, വേറെ എന്തെങ്കിലും ഇല്ലേ, അങ്ങനെ ചോയ്സ് ഇല്ലേ. അപ്പോൾ റൈറ്റ് ഐറ്റം പീപ്പിൾ വിൽ സെലക്ട്. ഓക്കെ, ഇപ്പൊ ഗോൾഡ് എടുക്കാൻ പോണ സമയത്ത് അവർക്കറിയാം അവരുടെ മനസ്സിൽ ഇന്നത് വേണമെന്ന് അല്ലേ, അല്ലെങ്കിൽ വള എന്നൊക്കെ വെച്ചാൽ ഇത്തരത്തിലുള്ള വള എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇല്ല. അതേമാതിരിയുള്ള ഇത്.
അപ്പോൾ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, നാളെ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, അടുത്ത കൊല്ലം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, എന്തെല്ലാം നമ്മൾ പ്രൊക്യൂർ ചെയ്യണം, പ്രൊഡക്ഷൻ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷന് എന്തെല്ലാം വേണം, നമുക്ക് റൈറ്റ് ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി വേണം, അതിൻ്റെയൊക്കെ ടോട്ടൽ വാല്യൂ എന്താണ്, ഇത് കമ്പനിയിൽ കിട്ടുമോ പൈസ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ബഡ്ജറ്റ് ചെയ്യണം, മാനേജ്മെന്റ് അപ്രൂവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാവുന്ന ഇത്, അതാണ് ഫോർകാസ്റ്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അപ്പൊ അതുകൊണ്ടേ സാധനം കുറെ കൂടെ വാങ്ങിയിട്ട് കൂട്ടരുത് കേട്ടോ. അപ്പൊ വാങ്ങാൻ കാശ് കൊടുക്കണ്ടേ, അപ്പൊ അനാവശ്യമായി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പൈസ വേണ്ടേ. അപ്പോ ആവശ്യമുള്ള കാറ് മാത്രം, അല്ലെങ്കിൽ കാറായിക്കോട്ടെ സ്കൂട്ടറായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, അല്ലെങ്കിൽ ഇൻവെന്ററി, പിന്നെ അത് തിരിച്ചയക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം, അതെല്ലാം പറഞ്ഞു. ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഓരോരോ നമുക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ. അതായത് ഉദാഹരണം, കൊച്ചിയിലെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിലെ നമുക്ക് ഇത്ര മെറ്റീരിയൽ വേണം, ഇന്നത് വേണം, ഇന്ന സാമഗ്രികൾ പറഞ്ഞാൽ ദ മാനേജ്മെന്റ് വിൽ ബി ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ. ഇത് കൊടുക്കാൻ പറ്റുമോ, കൊടുക്കില്ലേ, എപ്പോഴാ കൊടുക്കുക, ഇതൊക്കെ ഡിസിഷൻ. ഈ ഇൻഫർമേഷൻ വളരെ അത്യാവശ്യമാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട്, കസ്റ്റമർ ആരാണെന്ന് അറിയണം. പിന്നെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മോണിറ്ററിങ്, പറയേണ്ട ആവശ്യമില്ല. ക്വാളിറ്റിയിൽ ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യരുത്. ക്വാളിറ്റിയിൽ എന്താണ് പ്രശ്നം, നിങ്ങളെ എത്ര റെപ്യൂട്ടേഷൻ ഉണ്ടോ ശരിക്കും കമ്പനിയുടെ, ഒറ്റ മിനിറ്റ് കൊണ്ട് ഡൗൺ ആവും. എന്തായില്ലേ കേൾക്കണം. ഉദാഹരണം, നിങ്ങളെ എത്ര വലിയ റെപ്യൂട്ടേഷൻ ആയാലും ശരി, ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റെപ്യൂട്ടേഷൻ നിലംപതിക്കും. കേൾക്കണോ? എക്സാമ്പിള്, ഈ എക്സാമ്പിളൊക്കെ നടന്ന സംഭവങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെല്ലാം തിന്നുന്ന ചോക്ലേറ്റ്, കാഡ്ബറീസ്, അനവധി വർഷങ്ങൾക്ക് മുമ്പേ, 10-15 കൊല്ലത്തിന് മുമ്പേ ഒരു പ്രാവശ്യം, ഇപ്പോഴല്ല കേട്ടോ, ചോക്ലേറ്റ് തിന്നണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എങ്ങനെ ബ്രാൻഡ് ഡിസപ്പിയർ ചെയ്യണം മാർക്കറ്റിൽ നിന്ന്. ഒരു പ്രാവശ്യം നെസ്റ്റലെ പ്രൊഡക്റ്റാണ് തോന്നുന്നത്, അത് തിരുവനന്തപുരത്തെ ഒരു കടയിൽ നിന്ന് ഒരു കുട്ടി വാങ്ങി, അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു. ഇത് ഒറ്റ മിനിറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ അല്ലേ, ഇത് ഫോട്ടോ എടുത്തിട്ടു. അതായത് ഇത്തരത്തിൽ കോഡ്ബറീസിന്റെ ഉള്ളില് പിന്നെ ചോക്ലേറ്റ് പൊട്ടിച്ചപ്പോൾ പുഴു വന്നു പോരെ. ഇത് ലൈക്ക് എ വൈൽഡ് ഫയർ, എല്ലായിടത്തും പടർന്ന് ന്യൂസ് കിട്ടി, ത്രൂ ഔട്ട് ഇന്ത്യ. ദേ സ്റ്റോപ്ഡ്. അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ, കുറച്ച് സമയത്തിൽ ഇത് ആരും ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. വിൽ ടേക്ക് ബാക്ക് ദ സ്റ്റോക്ക് വിച്ച് ആർ ലൈങ് വിത്ത് ഡീലേഴ്സ്. ഹോൾസെയിലർ ഡീലർ ആയിക്കോട്ടെ, മറ്റേ ഡീലർ ആയിക്കോട്ടെ, റീറ്റെയിലർ ആയിക്കോട്ടെ, ഞങ്ങൾ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം എന്താ കാരണം എന്ന് വെച്ചാൽ, കുറെ ദിവസം ഇത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് ആ ബ്രാൻഡ് തിന്നാൻ പറ്റിയായിരുന്നില്ല. അപ്പൊ കമ്പനി ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചു. കാരണം കണ്ടുപിടിച്ചത്, ഇത് സ്റ്റോക്ക് ചെയ്യുമ്പോൾ, ഈ കോഡ്ബറി ചോക്ലേറ്റ് ഒക്കെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ, ഈ നമ്മുടെ ഈ കടയിലെ ഈ സാധനങ്ങൾ, പുളി, ഉപ്പ്, അതിൻ്റെ ഇടയിൽ മറ്റേ കടല, ഈ ദാല്, വേറെ മറ്റുള്ളതില്ല, ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ട് ഇത് അവിടെ കൊണ്ടിട്ട് ഒരു ഇതിൽ സഞ്ചിയുടെ ഉള്ളിൽ വെക്കുകയെ, ഇങ്ങനെ അത് പ്രിസർവ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ പ്ലേസിൽ വെക്കണം. ഫ്രിഡ്ജോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ റെഫ്രിജറേറ്റർ ഇതായിരുന്നോ, നിങ്ങൾ കൊണ്ടുപോയിട്ട് സ്റ്റോക്കിന്റെ വേറെ ഏതെങ്കിലും ഇതിന്റെ ചാക്കിന്റെ ഇടയിൽ കൊണ്ട് വെക്കുക. അതായത് അതിൽ എലി, അതേമാതിരി മറ്റുള്ള ഇങ്ങനെ അരിച്ചോണ്ടിരിക്കുക, വളരെ ഉറുമ്പ്, ഇതൊക്കെ ഉണ്ടാവും. മറ്റേ ഓരോ കടയിൽ ഉപ്പൊക്കെ സ്റ്റോക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിട്ട് ചോക്ലേറ്റ് ഇത് ചെയ്താലോ, സ്റ്റോർ ചെയ്താലോ. അതായിരുന്നു കാരണം. ആ കടയിലെ പ്രോപ്പർ ആയിട്ട് അവര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെ എളുപ്പത്തിൽ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഈ ന്യൂസ് എല്ലായിടത്തും പടർന്നപ്പോൾ അവർ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതിന് വാങ്ങാൻ ആളില്ല. അങ്ങനെ ഇതൊരു 10-15 മുമ്പേ നടന്ന ഒരു കേസ് സ്റ്റഡിയാണ് കേട്ടോ, ഒരു സംഭവമാണത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പൊന്നുമില്ല അങ്ങനെ, അതുകൊണ്ട് ചോക്ലേറ്റ് തിന്നാതിരിക്കേണ്ടത് കേട്ടോ. അതായത് അതിനുശേഷം അവരെന്താ ചെയ്തറിയോ, എങ്ങനെ മാർക്കറ്റിൽ വന്നറിയാമോ? മെഗാസ്റ്റാർ ഹിന്ദി അമിതാഭ് ബച്ചൻ, അയാളെ ബ്രാൻഡ് അംബാസിഡറായി.
എന്നിട്ട് അയാള് ഈ ചോക്ലേറ്റ് ടി വിയിൽ വന്നു, ചോക്ലേറ്റ് പൊട്ടിച്ച് അയാളുടെ മകളുടെ കുട്ടിക്ക് കൊടുക്കുന്ന പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ്. അതായത് അമിതാഭ് ബച്ചൻ സ്വന്തം മകളായ ശ്വേത, ഓക്കെ, അവരുടെ മകളൊക്കെ കൊച്ചുകുട്ടി വേലി, ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അത്. അപ്പൊ വളരെ ചെറിയ കുട്ടിയാണ് അത് കൊടുക്കണം. അപ്പൊ എന്താ പറ്റി, ജനങ്ങളെ ബച്ചന് സ്വന്തം മകളുടെ കുട്ടിക്ക് കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് എന്തോട് നിന്നൂടാ എന്നുള്ള ഇതായി. അപ്പൊ ആ അഡ്വർടൈസ്മെന്റ്, യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് അഡ്വർടൈസ്മെന്റിന് ബച്ചൻ ചാർജ് 8 crores എന്ന് കേട്ടെ, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ആ ഒരൊറ്റ അഡ്വർടൈസ്മെന്റ്. കാരണം എന്താ വെച്ചാ ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആളാണ്, ബ്രാൻഡ് വാല്യൂ ഉള്ളത്. അയാളെ സ്വന്തം മകളുടെ സ്വന്തം കുട്ടിക്ക് പൊട്ടിച്ചു കൊടുക്കുന്ന അയാളെ ബാക്കി തിന്നുന്ന രംഗമാണ് കാണിക്കുന്നത് ആ അഡ്വർടൈസ്മെന്റ്. അപ്പൊ അതിനുശേഷം മെല്ലെ 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 മറ്റുള്ളവർ ഇത് കണ്ടിട്ട് അയാൾക്ക് തിന്നു വെച്ചാൽ അയാളുടെ മകളുടെ കുട്ടിക്ക് കൊടുത്തു, നമ്മുടെ കുട്ടിക്ക് എന്താ കൊടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ 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 മാർക്കറ്റ്. അപ്പോ സ്ലോലി 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 ദേ റീച്ച്ഡ് ദി യുനോ പണ്ടെന്തായിരുന്നു ആ ലെവലിലെത്തി. അപ്പൊ എന്താണ് സംഭവം? ഞാൻ പറഞ്ഞത് ഇതെന്താ പറയാൻ കാരണം, റിപ്യൂട്ടേഷൻ യു ക്യാൻ ബിൽഡ്, ബട്ട് യു ടു ദാറ്റ് സസ്റ്റെയിൻ ചെയ്യണം. അതേമാതിരി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസ് അതും പറഞ്ഞു. ഇത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള കഥയാണ് നിങ്ങൾക്ക് പറയുന്നത്. കഥകൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, നൗ അപ്പൊ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരാളെ കൊണ്ടാണ് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ. പക്ഷെ ഇന്ന് കാണുന്ന ടി വിയിൽ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂവിലും നമ്മൾ എന്താ പറയണത്, മുങ്ങിപ്പോകരുത്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നതെല്ലാം വിഡ്ഢിത്തരങ്ങളും അതേമാതിരി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, ഇപ്പോൾ ഞാൻ പറയട്ടെ എന്താണെന്ന് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. ഞാൻ ഫിലിപ്പ് സാറിന്റെ ഒരു പേര് പറയുന്നില്ല. നമ്മുടെ ഇതിൽ വരുന്ന റമ്മി, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിൽ വരുന്നത് നിങ്ങൾ കളിക്കൂ, പൈസ നേടൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ സ്റ്റാർ, മലയാളത്തിലൊരു സിനിമ സ്റ്റാർ പറഞ്ഞു. അതായത് ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാന്ന്. ഏത് നമ്മുടെ റമ്മി കളിച്ചൊരു സോഷ്യൽ മീഡിയയില് എത്ര സംഭവം മരണം അപകടം ആയിട്ട് അറിയണം. അത് പൈസ മുഴുവൻ എന്താ പറയണ്ട ചീറ്റ് ചെയ്ത് നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ എത്രയോ ഉണ്ട്. അത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നാമത് ഏത് സ്റ്റാറായാലും ചെയ്യാൻ പാടില്ല. ക്യാൻ യു ഇമാജിൻ, ഞാൻ വേറെ കഥയൊന്നും പറയുന്നില്ല, നമ്മുടെ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി പെയ്ഡ് സിനിമ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അറിയാലോ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രജനീകാന്ത് ഒറ്റ അഡ്വർടൈസ്മെന്റ് അയാളില്ല. അയാളുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ? അതായത് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ ഓഫ് തമിഴ് ഫിലിം എവരിബഡി ഈസ് വെരി റെസ്പെക്ടബിൾ ഫിഗർ, ഹംബിൾ ബിഗിനിങ്. ഇപ്പോഴും ഇത്ര ഹംബിളായിട്ടാണ് അയാളെ, ഇത്ര ഹംബിള, ഒരു മേക്കപ്പ് ഇല്ലാതെ, മനസ്സിലായില്ലേ? വളരെ ഹംബിളായിട്ടുള്ള മനുഷ്യൻ, എല്ലാവരോടും പ്രോപ്പറായി ഡീൽ ചെയ്യുന്ന അദ്ദേഹം ഒരു ബ്രാൻഡ് ഒരൊറ്റ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പോയില്ല. എന്താ കാരണം അറിയോ? നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അയാളുടെ പോപ്പുലാരിറ്റിയാണ് അതിൽ വല്ല കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ ഈ പാല് കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പാല് വേറെ ഉള്ളവർ കുടിച്ചു, അത് വല്ല പോയ്സണസോ വേറെ എന്തെങ്കിലും വെച്ചാൽ ആരതിന്റെ ഇത് നോക്കും? അപ്പൊ ഞാൻ നിമിത്തം ഒരാൾക്ക് നഷ്ടം വരരുത്, അല്ലെങ്കിൽ ഇത് വേണ്ട, ഒരൊറ്റ ഒരു ബ്രാൻഡിൽ അയാൾ അഡ്വർടൈസ്മെന്റ് ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മൾ കാണുന്ന പല അഡ്വർടൈസ്മെന്റും തെറ്റിദ്ധരിക്കപ്പെടുന്നതുകൊണ്ട്. കാണണ്ടെന്നല്ല പറഞ്ഞത്, ചിലതൊക്കെ നല്ലതുണ്ട്, ചിലത് അത്തരത്തിൽ ശരിയല്ല. കാരണം എന്താ വെച്ചാൽ വെറും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. സെർവിങ് കസ്റ്റമറെ എങ്ങനെ സെർവ് ചെയ്യണം പറയണം. സി, ഗാന്ധിജിയുടെ അഭിപ്രായത്തില് കസ്റ്റമർ ഒരു ഓഫീസിൽ വരികയാണെന്ന് വെച്ചാൽ ഹി ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഒരു നമ്മുടെ ദൈവത്തിനെയും മാതിരി കാണുന്നത്. എന്താ പറയുക, കസ്റ്റമർ ഇല്ലെങ്കിൽ എങ്ങനെ കമ്പനി ഉണ്ടാവൂ? കസ്റ്റമർ ഇല്ല എങ്കിൽ കമ്പനി എവിടെ ഉണ്ടാവണം? അപ്പൊ അതുകൊണ്ട് കസ്റ്റമറെ സ്വീകരിക്കാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് പല പല കോർപ്പറേറ്റിലെ ഇപ്പോഴെ കുറെ മാറ്റങ്ങൾ വന്നിട്ട് IT വന്നതിന് ശേഷം കേട്ടോ, ഇപ്പോഴത്തെ യുഗം വേറെയാണ്. ഞാൻ പറയട്ടെ, അത് വേറെ ഒരു ഏകദേശം ഒരു 10, 15, 20 കൊല്ലം മുമ്പേ, ഇപ്പോഴും ഉണ്ട്, അതല്ല കോർപ്പറേറ്റ് ഓഫീസില്
ബോംബെയിലൊക്കെ കാണാം. കോർപ്പറേറ്റ് ഓഫീസിൽ എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്, ഇല്ലെന്നല്ല പറയുന്നത്. റിസപ്ഷനിസ്റ്റ് സ്ത്രീകളെ മിക്കവാറും ഇപ്പോൾ എയർ ഇന്ത്യ ആയിക്കോട്ടെ, പറയുന്ന ടിക്കറ്റ് ബുക്കിംഗ്, ഇതൊക്കെ ചിലപ്പോൾ സ്ത്രീകളുടേതാണ്. എന്തായാലും കാരണം, അതായത് റിസീവിങ് ദ ഗസ്റ്റ് ഇൻ എ പൊളൈറ്റ് വേ. അതായത് അവരുടെ ബിഹേവിയറും അതേമാതിരിയുള്ള കസ്റ്റമറായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം. അതായത് വളരെ അല്ല, ആണുങ്ങൾക്ക് അറിയില്ല എന്നല്ല പറഞ്ഞത്. ആണുങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറൊരു മെത്തേഡോ ചിലപ്പോൾ പൊളൈറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ. അപ്പൊ ഫാക്ടറികളിൽ പലയിടത്തും, അതിനകത്ത് ആണുങ്ങളെ കുറ്റം പറയല്ലേ, തെറ്റിദ്ധരിക്കരുത്, ആൺകുട്ടികളെ കുറ്റം പറയല്ല, പലയിടത്തും സ്ത്രീകളെ അവിടെ റിസപ്ഷനിസ്റ്റിലെ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും. അതിന്റെ കാരണം അവരുടെ പൊളൈറ്റ് സ്പീക്കിംഗ്, receiving the customers properly, guiding them or taking them to the right place. And if they want to meet ഏതെങ്കിലും ഓഫീസർമാരെ മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവര് ആ ഓഫീസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം വെച്ചാൽ അവിടെ അവരിന് ഏറ്റവും ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ വിൽ ബി വെരി ഹാപ്പി. യെസ്, ഐ ആം സംതിങ്, I have got the VIP treatment. അങ്ങനെ ഒരു മനസ്സിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതായത് ഒരു ഓഫീസിന്റെ ഒരു കസ്റ്റമർ വന്നു അയാളെ ആരും ഗവനിക്കുന്ന പോലും ഇല്ല വിചാരിക്കുക, അയാൾക്ക് എന്താ വേണ്ടത് പോലും ചോദിക്കുന്നില്ല വിചാരിക്കുക, എന്തായിരിക്കും ശരി? അയാളെ തിരിച്ച് വളരെ മനസ്സും എടുത്തിട്ട് തിരിച്ചു പോയി ചിലപ്പോൾ. അപ്പൊ മനസ്സിലായി, ഇനിയിപ്പോ സർവീസ് എങ്ങനെ കസ്റ്റമർ ചെയ്യേണ്ടത് പറഞ്ഞില്ലേ. ഇനി എലിമെന്റ്സ് ഓഫ് കസ്റ്റമർ സർവീസ് ആ ട്രാൻസാക്ഷൻ, പ്രീ ട്രാൻസാക്ഷൻ, പിന്നെ എലിമെന്റ്സ്. പ്രീ ട്രാൻസാക്ഷൻ എലിമെന്റ്സ് പറഞ്ഞാൽ these are prior taking place and actual transaction. അത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പേ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കൂടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏത് ക്വാളിറ്റിയാണ് വേണ്ടത്, എന്തെല്ലാം ക്ലാരിഫിക്കേഷൻ വേണം, അത് അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ ഒരു പ്രിലിമിനറി വർക്ക് ചിലതുണ്ട്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി, ടെക്നിക്കൽ സർവീസ്. For example, when some product is ordered through e-commerce, the customer is, in several aspects should know. Email നമ്മളെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഈ കസ്റ്റമറെ വളരെ എല്ലാം ഈ കമ്പനി എങ്ങനെയുണ്ടെന്നും കൂടെ അറിയണ്ടേ. അപ്പൊ ഇതൊക്കെ അതാണ് പ്രിലിമിനറി, നമ്മൾ അതിന് തയ്യാറായിരിക്കണം. ട്രാൻസാക്ഷൻ, അതായത് നമ്മള് ട്രാൻസാക്ഷൻ എലിമെന്റ്സ് പറഞ്ഞാൽ ദീസ് ആർ റിലേറ്റഡ് ടു ദ ഫിസിക്കൽ transactions and are those that are most concerned with the logistics. അതായത് നമ്മളെ ആക്ച്വൽ നമ്മളെ ഡീൽ ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ് ട്രാൻസാക്ഷൻ എലിമെന്റ്. നമ്മളെ ഒരു കാറോ എന്നാലും മറ്റേ തീർന്നു പരിപാടി, ഇനിയിപ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെ വിചാരിച്ചാൽ പോയി. പോസ്റ്റ്, അതായത് ആഫ്റ്റർ സെയിൽ സർവീസ് ആൾസോ വെരി എസെൻഷ്യൽ. അല്ല മാത്രമല്ല, നിങ്ങൾ കൊടുത്ത മെറ്റീരിയൽ ശരിയാണോ ശരിയല്ല തിരിച്ചു തന്നാൽ മതി, അതും കൂടി ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ അതേമാതിരിയുള്ള ട്രാൻസാക്ഷൻ സർവീസും കൊടുക്കണം. അപ്പൊ ഒരു ടു ബിൽഡ് റിയൽ കോൺഫിഡൻസ് അമംഗ് ദി കസ്റ്റമേഴ്സ്. പ്രൊഡക്റ്റ് സെലക്ഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. നിങ്ങളൊരു ന്യൂ പ്രൊഡക്റ്റിന് ഉണ്ടാവുമ്പോൾ അതിനെ എന്താ ഈ പ്രൊഡക്റ്റ്, ഇതുകൊണ്ട് ഗുണങ്ങൾ എന്താണ്, ജനങ്ങൾക്കുള്ള ഉപകാരങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. പുതിയൊരു കാർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിള് നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരാൻ ഈ ഇത് 1 ലിറ്റർ എത്ര ഓടും, ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഗിയർ ബോക്സ്, ഗിയർ ഇതൊക്കെ എങ്ങനെയാണത്, അതിന്റെ പ്രവർത്തന രീതി, നിങ്ങളെ ബ്രോഷർ എന്തെങ്കിലും ഉണ്ടാക്കാതെ എങ്ങനെ കസ്റ്റമർക്ക് കൊടുക്കുക? അപ്പൊ ചുമ്മാ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും മേടിക്കുമോ? സോ 2, എക്സ്പാൻഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തുള്ള പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെയുണ്ട് പുറത്ത്, മനസ്സിലായോ? കാരണം ഓൾഡ് ഈസ് ഗോൾഡ് ആൾസോ. പണ്ടത്തെ അതും നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പൊ എന്നാ കൂടെ എസ്കോട്ട് മോട്ടോർ സൈക്കിളോ എന്തായാലും വേറെ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇത് യമാഹ, അതേമാതിരി ബുള്ളറ്റ്, ഇത് എന്താ രാജദൂത്, ഇതൊക്കെ ഉണ്ട്. അവർക്ക് ഒരു നല്ല പണ്ടേ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളതാണ്. ടാറ്റ, ബെൻസ്, ലൈലൻഡ്, ഇതൊക്കെ ആൾറെഡി ഉണ്ട്. പക്ഷെ അതില് ഫർദർ എക്സ്പാൻഷൻ ഈസ് പോസിബിൾ. അല്ലെങ്കിൽ പെട്രോളിനെ ഡീസലിലേക്ക് ആക്കുക, അങ്ങനെ ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ അതിന്റെ മോഡൽ ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, പിന്നെ ഓർക്കണം, എന്ത് ചെയ്യുമ്പോഴും എൻവയോൺമെന്റ് ഇതിന്റെ ആസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഡൈവേഴ്സിഫിക്കേഷൻ, പുതിയ
പിന്നെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ടല്ല പറയുന്നത് കേട്ടോ. ഞാൻ ഇത് നോക്കിയിട്ട് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബാക്കിയൊക്കെ നിങ്ങൾ ബുക്ക് വായിച്ച് മനസ്സിലാക്കുക എല്ലാം. കാരണം യു ഹാവ് ടു, ഞാൻ എഗെയിൻ പറയുന്നു, വായിക്കണം പുസ്തകം. വായിച്ചില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കിത് ലിമിറ്റഡ് ടൈമിലാണ് ഇത് ഞാൻ എടുക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവേഴ്സ് ഫിക്സ്ഡ്. അപ്പൊ അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കണം. നല്ല 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 ഞാൻ പറഞ്ഞത് ബുക്കാണ്. കാഷ്വൽ അപ്രോച്ച് ദയവ് ചെയ്ത് പാടില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനവധി കോഴ്സ് എടുക്കുന്ന ഒരാളാണ്. കുട്ടികളുടെ അസൈൻമെന്റും ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ് കൊല്ലങ്ങളായിട്ട്. അതിന്റെ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. അസൈൻമെന്റിൽ നല്ല മാർക്ക് കിട്ടിയാലും പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഞാൻ കണ്ടു, പലരുടെയും വാട്സാപ്പിൽ കാണാറുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതിയാലല്ലേ ഞാൻ അസൈൻമെന്റ് ഒക്കെ നിങ്ങൾ എഴുതി, പക്ഷെ നിങ്ങൾ എഴുതിയാലല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതിയാലേ മാർക്ക് കിട്ടൂ. അപ്പൊ നിങ്ങൾ ചെയ്യില്ല എന്ന് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയല്ല ഞാൻ വിചാരിക്കണ്ട കേട്ടോ. ഡോണ്ട് ടെൽ. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, അതായത് ചുമ്മാ എഴുതാതെ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ കുറെ എഴുതിയ മാർക്ക് കിട്ടും. അല്ല 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 അല്ല. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പറഞ്ഞേക്കണ അതിന്റെ 20 മാർക്കാണെന്ന് വെച്ചാൽ അങ്ങനെ, 40 മാർക്കാണെന്ന് വെച്ചാൽ അങ്ങനെ, 6 മാർക്കാണെന്ന് വെച്ചാൽ അങ്ങനെ, അതിനനുസരിച്ച് 5 മാർക്കാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇങ്ങനെ. അല്ലാണ്ട് ചില കുട്ടികളുണ്ട് ഒരു 10, 70 പേജ് മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതായത് ഒരു പേജില് 2 ലൈന്, എന്നിട്ട് അങ്ങനെ മറ്റേ പേജിൽ 2 ലൈന്, പിന്നെയും പേജ് സപ്ലിമെന്ററി, എന്നിട്ട് അതിൽ എന്താ കണ്ടൻസ് നിങ്ങൾ എഴുതിയാണ് അത് നോക്കണ്ടേ, പേജ് നോക്കിയാൽ മതിയോ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പ്രോപ്പറായിട്ട് എഴുതുന്നത് പ്രോപ്പറായിട്ട് എഴുതുക. അത് നിങ്ങൾ അത് കണ്ടൻസ് അനുസരിച്ചിട്ടാണ് മാർക്ക് കിട്ടൂ, അല്ലാണ്ട് പേജസ് നോക്കിയിട്ടല്ല. പിന്നെ ബാക്കിയൊക്കെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാർജിൻ അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എത്രയോ ഇതുകൊണ്ട് പരിജ്ഞാനം കണ്ട് അതിന്റെ ഫീഡ്ബാക്കാണ് ഞാൻ തരുന്നത്. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കോൺസിക്വൻസ് എന്തായിരിക്കും, മാർക്ക് ചിലപ്പോൾ കമ്മിയായിട്ട് കിട്ടും. അതാണ് പറഞ്ഞത്. അതിന്റെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇപ്പൊ കണ്ട് ഞാൻ റിസൾട്ടിന്റെ ചില കുട്ടികളുടെ മാർക്ക് പിന്നെ വളരെ കമ്മിയായിട്ട് ആണ് മാർക്ക് കിട്ടുന്നത്. 40, 45, 40യുടെ താഴെയാണെന്ന് തോൽക്കും. 45, അതെല്ലാം നിങ്ങളിൽ നിന്ന് കിട്ടും. 40 മാർക്ക് 45 അല്ല പ്രതീക്ഷിക്കുന്നത്. നല്ല മാർക്ക് മേടിച്ച് പാസ്സായിട്ട് ഡിഗ്രി, അതാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഡിഗ്രി അല്ല, അത് എങ്ങനെ, ഹൗ യു ആർ ഗെറ്റിംഗ് ദ ഡിഗ്രി, അവിടെയാണ് there lies the importance. Okay, so എക്സ്പാൻഷൻ പറഞ്ഞു, ഡൈവേഴ്സിഫിക്കേഷൻ ആൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു കഥ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ട് അംബാസഡർ കാർ ഉണ്ടായിരുന്നു, പടച്ചു. എന്താ കാരണം? അവിടെ റിസർച്ച് ഡെവലപ്മെന്റ് ഒരൊറ്റ മോഡല്, അതായത് ആന ചവിട്ടിയാലും ശരി അതിന് യാതൊരു കേടും വരില്ല ബോഡിക്ക്, ഒരൊറ്റ മോഡല് ഉള്ളൂ. അവര് റിസർച്ച് പണ്ട്. അപ്പൊ നമ്മുടെ മന്ത്രിമാരും ചീഫ് മിനിസ്റ്റർമാരും ഈവൻ പ്രൈം മിനിസ്റ്റർ, അതാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ അല്ല, ഇന്ദിരാഗാന്ധിയൊക്കെ അംബാസഡർ കാറാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ റെഡ് ഫോർട്ടിലേക്ക് ബ്ലാക്ക് ഹോസ്റ്റിംഗ് പോണ സമയത്ത് മനസ്സിലായില്ലേ? ആ സമയത്ത് അംബാസഡർ കാർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുമാതിരി പ്രീമിയർ ഇതിന്റെയൊക്കെ 1, 2, 3 ബ്രാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അംബാസഡർ കാറിന് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഗവൺമെന്റ് ഓഫീസിലെല്ലാം അംബാസഡർ കാറാണ്. എന്താ കാരണം അറിയോ? മാക്സിമം ആളുകളെ അതിൽ ഇരുത്താം. കാരണം അത് ബോഡിക്ക് അത്ര വളരെ സ്ട്രോങ് ബോഡിയാണ്. പക്ഷെ പ്രയോജനം എന്താണ്? ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലാന്റ് അടച്ചു. എന്താ കാരണം? വാങ്ങാൻ ആളില്ല. കാരണം മറ്റുള്ള കോമ്പറ്റീഷൻ വന്നു. മാരുതി, അനവധി ബ്രാൻഡ് അവരുടെ. അത് കഴിഞ്ഞിട്ട് ഹുണ്ടായി, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എത്ര എണ്ണം. അതിന്റെ ഒപ്പം നിൽക്കണ്ടേ? ഇപ്പൊ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ നടക്കണ്ടേ? പ്ലാന്റ്, മെഷീനറി മാറ്റണ്ടേ? ഓട്ടോമാറ്റിക് മെഷീൻ വേണ്ടേ? മെഷീനറി വേണ്ടേ? അതുപോലെ സ്കിൽഡ് ലേബർ വേണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെ അടച്ചു? ഇപ്പൊ എന്താ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ. അതായത് എവിടെ ചേഞ്ചസ് വരണോ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നിലാകും. ഓക്കെ. ബിസിനസ് ഇന്റഗ്രേഷൻ, പൈസ അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ സാധിക്കുമോ? ഒരു കമ്പനി വികസിക്കണം വെച്ചാൽ പൈസ വേണ്ടേ? അടുത്ത് ഫോർകാസ്റ്റിംഗ്. നിങ്ങൾ ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എത്ര കൺസംഷൻ വേണം, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്ര വേണം, എക്സ്പോർട്ട് ചെയ്യണത്, അതനുസരിച്ചിട്ടല്ലേ ചെയ്യുക.
കൺസംഷൻ, എത്ര ആളാണത് മേടിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ്, എത്ര ക്വാണ്ടിറ്റി അല്ലേ, അതാണ് ചോദിച്ചല്ലേ. ചിലപ്പോൾ ക്വാണ്ടിറ്റി ലെസ് ആയിട്ടാണ് വെച്ചാൽ പിന്നെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താ കാര്യം. പിന്നെ ബഡ്ജറ്റിങ് വേണം. അപ്പോൾ ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം പൈസ വേണം, അതേമാതിരി എത്ര മാൻ പവർ വേണം, മാൻ പവറിന്റെ കോസ്റ്റ്, അവരുടെ സാലറി, ഗ്രാറ്റുവിറ്റി, പെൻഷനൊക്കെ എന്തായിരിക്കും, അതായത് പിന്നെ അവരുടെ ടോട്ടൽ എമൗണ്ട്മെന്റ്സും അതേമാതിരിയുള്ള ബെനിഫിറ്റ്, CTC, കോസ്റ്റ് ടു ദ കമ്പനി, ഇതൊക്കെ നോക്കണം. അതാണ് ബഡ്ജറ്റിംഗ്. പൈപ്പ് ലൈൻ പ്ലാനിങ്ങിൽ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്ലാനിങ് വേണം. അത് കഴിഞ്ഞാൽ ഇപ്പം അത് ചെയ്യും, 2 മാസം കഴിഞ്ഞത്, 3 മാസം കഴിഞ്ഞത്. നമ്മുടെ ഇപ്പോൾ ISROന്റെ സ്പേസ് പ്രോഗ്രാമിൽ ഈ കൊല്ലം നമ്മൾ അത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും പറയുന്നില്ലേ, അത് തന്നെ പ്ലാനിങ്, പൈപ്പ് ലൈൻ പ്ലാനിങ് ഇങ്ങനെ. ഓക്കെ, അല്ലാണ്ട് ഗ്യാസ് പൈപ്പ് അല്ല കേട്ടോ. പിന്നെ ക്വാളിറ്റി പറയണം, ഇനി ഇത് പറയേണ്ട ആവശ്യമില്ല, ക്വാളിറ്റി അഷുറൻസ്. പിന്നെ പ്രിവെന്റിങ് സപ്ലൈ. നോക്കൂ, നമ്മുടെ ഇപ്പോൾ ക്വാളിറ്റി അഷുറൻസ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുള്ളത്. നമ്മുടെ ടെക്സ്റ്റൈൽ, പണ്ട് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. സാധനങ്ങൾ അതേമാതിരി സിക്കി യൂണിറ്റ് ആയിട്ട് പരിണമിച്ചു. അതിൻ്റെ ഇടയിൽ ബിമൽ ഇതേമാതിരിയുള്ള പല അംബാനിയുടെ ഒക്കെ പല കമ്പനികൾ വന്ന് പോളിസ്റ്ററും മറ്റേതൊക്കെ വന്നു. ആ കമ്പനി ഫിക് കമ്പനിയായിട്ട് NTC പരിണമിച്ചു, നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ. അപ്പൊ ക്വാളിറ്റി പ്ലേസ് എ വൈറ്റർ റോൾ. ദെൻ പ്രിവെന്റിങ് സപ്ലൈ ഇംബാലൻസ്. സപ്ലൈ ഷോർട്ടേജ് പാടില്ല, എപ്പോഴും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബാലൻസ് വെക്കണമല്ലോ, നമ്മുടെ മിനിമം ബാലൻസ് ഒക്കെ ഇത് വേണ്ടേ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിംഗ്, എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ. ആളുകൾ ബോർഡ് മീറ്റിങ്ങിലൊക്കെ പറയും എത്ര നമുക്ക് വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി വേണം. സെയിൽസ് പേഴ്സണൽ, പിന്നെ ഇത് വിൽക്കാൻ ആൾ വേണ്ടേ, ആരെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, സെയിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാനുണ്ട്. അപ്പൊ MBA-കാരോ മറ്റുള്ളവരൊക്കെ ഉണ്ട്, അതേമാതിരി ക്വാളിഫൈഡ് ആളുകളെ മറ്റുള്ളവരെ പെർസ്വേഡ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സ്കില്ല്. ദെൻ കൺസ്യൂമർ സർവേ. എവിടെല്ലാം ഇത് വിൽക്കാൻ പറ്റും, ഈ സാധനം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ മാർക്കറ്റ്. ഇപ്പം പറയട്ടെ, ഏറ്റവും കൂടുതൽ ഓട്ടോ, നമ്മുടെ 3 വീലർ ഓട്ടോ കേരളത്തിലാണ് വിൽക്കുന്നത്. APAയുടെ എന്തായാലും പേരൊന്ന് ആപ്പ എന്തോ സംതിങ്, കേരളത്തിലാണ് വിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവരുണ്ടാക്കുന്ന ആൾക്കാർ അറിയണത് എവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതെന്ന്. ഓക്കെ, അതേ പ്രകാരം നമ്മുടെ ഇപ്പൊ കാറ്, ഈ ഭാരതത്തില് ഏറ്റവും കൂടുതൽ കാർ കേരളത്തിലാണ് വിൽക്കുന്നത്. സ്വർണം ഏറ്റവും കൂടുതൽ, പിന്നെ ജ്വല്ലറി ഓരോരോ എന്താ പറയണ്ടേ, ബിവറേജ് കോർപ്പറേഷനാണ് പിന്നെയും കമ്മി. ജ്വല്ലറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈവൻ ഗോൾഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രീറ്റ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഗോൾഡിന് മാർക്കറ്റ് ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെ ആവശ്യം എന്നാള് അവിടെ സപ്ലൈ ചെയ്യണം. പിന്നെ ഒപ്പീനിയൻ ഓഫ് മാനേജർ, പിന്നെ സ്റ്റാഫിന്റെയും മാനേജർ ഒപ്പീനിയൻ കൂടി അറിയണം. ഈ പാർട്ടി എങ്ങനെയുണ്ട്, റിലയബിൾ ആണോ, പൈസയുള്ള പാർട്ടിയാണോ, സാധനം മേടിച്ച കാശ് തരുമോ, എത്ര സമയത്തിനുള്ളതാണ് തരണേ. നമുക്ക് കമ്പനിക്ക് ലോസ് ഉണ്ട് നോക്കണം, മാനേജറുടെ ഫീഡ്ബാക്ക് കിട്ടണം സ്റ്റാഫിന്റെ, അല്ലാണ്ട് കൊടുക്കരുത്. ചിലപ്പോൾ എല്ലാ കസ്റ്റമറും വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കില്ല. ചിലപ്പോൾ പല കമ്പനി ഇതിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് എസ്കേപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. 4 വീലർ പോകുന്നവരൊക്കെ അറിയാലോ, പേര് പറയണ്ടല്ലോ, മനസ്സിലായില്ലേ. കടങ്ങൾ മേടിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എത്രയോ ആളുകൾ, നമ്മുടെ ഇന്ത്യ വിട്ട ആളുകൾ ഇപ്പോഴും സമൃദ്ധം ഇതായിട്ട് അവിടെ ഫോറിനിൽ വാഴുന്നു ഇല്ലേ. അപ്പോ നമ്മുടെ ഓരോരുത്തരുടെ സ്റ്റാഫിന്റെ ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് റിസർച്ച് പറയേണ്ട സെയിം, എവിടെയൊക്കെയാണ് നമ്മുടെ ഇത് കൊടുക്കാൻ പറ്റുക, ഇത് എവിടെയൊക്കെയാണ് ആവശ്യം. പണ്ട് ഇപ്പൊ ഈ അംബാസഡർക്കാരൻ്റെ പറഞ്ഞില്ലേ, പണ്ട് എങ്ങനെ മാർക്കറ്റ് റിസർച്ച്, ഗവൺമെന്റ് ഓഫീസ്. അപ്പൊ ഗവൺമെന്റ് ഓഫീസിലേക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പൊ ഓരോരുത്തർക്ക് എവിടെയാണ് ഏതെല്ലാം സാധനങ്ങൾ, ചെറിയ സാധനം ആയിക്കോട്ടെ വലിയ സാധനം ആയിക്കോട്ടെ. ഇപ്പൊ നോക്കോളൂ, യമാഹ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കണ്ടമാനം ആവശ്യമാണ്. പണ്ട് നിങ്ങളുടെ ജീപ്പ്, മഹേന്ദ്ര ജീപ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. കാരണം ഏത് ഇതിലും അവർ കയറി പോകും. അപ്പൊ ഓരോ അറിയണം നമ്മുടെ മാർക്കറ്റ് റിസർച്ച്. പിന്നെ മെത്തേഡ്, അതെങ്ങനെയാണ് റിസർച്ച് ചെയ്യുക അതും കൂടി അറിയണം. ചിലപ്പോൾ കോൺഫിഡൻഷ്യലി നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഇത് എവിടെ ഇത് വിൽക്കാൻ പറ്റുക, അതൊക്കെ മനസ്സിലായില്ലേ. പിന്നെ പ്രൊക്യൂർമെന്റ് വാങ്ങുക. പിന്നെ സപ്ലൈ പ്ലാനിങ്, ഇത് വാങ്ങുമ്പോൾ പ്ലാനിങ് വേണം. ഈ കൊല്ലം എത്ര, അടുത്ത കൊല്ലം എത്ര, അല്ലെങ്കിൽ ജനുവരി മാസം എത്ര, പിന്നെ മാർച്ച് മാസം എത്ര, അല്ലെങ്കിൽ ഏപ്രിൽ മാസം എത്ര, പ്ലാനിങ് വേണം. പ്രൊക്യൂർമെന്റ് ടേബിൾ, ഇത് വാങ്ങുമ്പോ കാശ് വേണ്ടേ കമ്പനിയില്, അതും കൂടി നോക്കണ്ടേ.
അപ്പോൾ ഓരോ ക്വാർട്ടർലി ആയിക്കോട്ടെ മന്ത്ലി ആയിക്കോട്ടെ ഒരു ടേബിൾ ഉണ്ടാക്കുക. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് നിങ്ങളുടെ സ്റ്റോക്ക് എവിടെ സ്റ്റോറേജ് ചെയ്യണ്ടേ, എവിടെ ഡിസ്ട്രിബ്യൂഷൻ, അത് പറഞ്ഞല്ലോ ഞാൻ. ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഡീസൽ ആയിക്കോട്ടെ, ഇതൊക്കെ സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലം, ഗ്യാസ് പ്ലാന്റ്, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ അവേ ഫ്രം ദ മെയിൻ പ്ലാന്റ്. ഡീസൽ സ്റ്റോറേജ് അവേ ഫ്രം ദ മെയിൻ ബിൽഡിംഗ്. അപ്പൊ അതിനുള്ള സ്പേസ്. പിന്നെ ചിലത് നമ്മുടെ എയർ കണ്ടീഷൻ ഇതിലേ പറ്റൂ, അപ്പൊ അതിനുള്ള സൗകര്യം. പിന്നെ ഗ്യാസ് പ്ലാന്റ് ഒക്കെ ഫാക്ടറിയുടെ കുറച്ച് ദൂരെ ഇരിക്കണം, മനസ്സിലായില്ലേ? പിന്നെ ഇലക്ട്രിക്കൽ ഇത് ട്രാൻസ്ഫോർമർ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ കമ്പി വേലി അതേമാതിരിയുള്ള സൂക്ഷിച്ച് ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഇത് മീൻസ് പ്രിക്കോഷണറി മെഷേഴ്സ്. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്. പിന്നെ വേറൊരു ഇൻവെന്ററി കൺട്രോൾ പറയുന്നില്ല, ഞാൻ പറഞ്ഞത് ഓൾറെഡി. പിന്നെ വേറൊരു കാര്യം, മാക്സിമം മിനിമം ഇൻവെന്ററി കൺട്രോൾ. അതായത് മാക്സിമം എത്രയാവാം, മിനിമം എത്രയാവാം, എത്ര മാക്സിമം എത്ര മിനിമം. അപ്പൊ അതനുസരിച്ച് ഇൻവെന്ററി നമ്മൾ എന്താ പറയുക, ഇൻവെന്ററി ഇവിടെ കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ ബ്ലോക്ക് ചെയ്യും. സാധനങ്ങൾ അവിടെ സ്റ്റോക്കിൽ കിടക്കല്ലേ, അപ്പൊ അത് നമ്മൾ കാശും കൊടുക്കണം, അതിന് പറഞ്ഞത് വിൽക്കൊന്നുമില്ല, നമ്മുടെ ഗോഡൗണിൽ കിടക്കണത്. അപ്പൊ അത് മിനിമം അല്ലെങ്കിൽ മാക്സിമം അത് ശ്രദ്ധിക്കണം. മാക്സിമം എത്ര വാങ്ങണം, പിന്നെ മിനിമം എത്രയാണ് റിക്വയർമെന്റ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ മാക്സിമം സ്റ്റോക്ക് എത്ര ആവാം, മാക്സിമം ക്വാണ്ടിറ്റി എന്താ. ചില സമയത്ത് എന്താ അറിയോ, ഈ വീറ്റ്, റൈസ്, ഇതൊക്കെ ഓരോരോ സീസണിലാണ്. അപ്പൊ എന്താ അറിയോ, മാക്സിമം ഫുഡ് കോർപ്പറേഷൻ എത്ര സ്റ്റോർ ചെയ്യുക. കാരണം എന്താ അറിയോ, ഇത് നമ്മൾ അവിടുന്ന് സപ്ലൈ ചെയ്യേണ്ടതാണ് ജവാന്മാർക്കും മറ്റവർക്കും പാരാമിലിറ്ററി ഫോഴ്സസിനും ഒക്കെ, എല്ലാവരും സ്റ്റേറ്റിനും എല്ലാം. അപ്പൊ മാക്സിമം എത്രയാവാ, മാക്സിമം ക്വാണ്ടിറ്റി എത്രയാവാ. പിന്നെ വേറൊന്ന്, മിനിമം എത്ര വേണം. ഇപ്പൊ നിങ്ങൾ ഒരു മോട്ടോർ സൈക്കിളോ സ്കൂട്ടർ ഓടിക്കുന്നത് റിസർവിലും അല്ലേ, അപ്പൊ മിനിമം മിനിമം എത്രയാണെന്ന് അറിയില്ലേ, മിനിമം ക്വാണ്ടിറ്റി. അപ്പോ റിവ്യൂ പീരിയഡ് സ്റ്റോക്ക്, ഇടയ്ക്ക് സ്റ്റോക്ക് റിവ്യൂ ചെയ്യണം. അതായത് ഉണ്ടോ ഇല്ലേ അത് നോക്കണം. ചിലപ്പോൾ സ്റ്റോക്ക്, കാരണം ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ സ്റ്റോക്ക് വരേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ വേറെ കൺട്രിയിൽ പോകണം, ആ കൺട്രിയിലെ സാധനം ഇങ്ങോട്ട് വരണം, അപ്പൊ അത് വരാനുള്ള സമയം എടുക്കല്ലേ. അപ്പൊ പീരിയോഡിക് റിവ്യൂ ഇസ് റിക്വയർഡ്. വളരെ പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റി, സ്റ്റോക്ക് ലെവൽ. ഈ സ്റ്റോക്കിന്റെ സേഫ്റ്റി നമുക്ക് വലിയ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആസിഡ്, കെമിക്കൽ, എക്സ്പ്ലോസീവ് ഇതൊക്കെ ഉണ്ടാവും. അതിന്റെ അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിൻഡ് ആളുകൾക്ക് മാത്രമേ പറ്റൂ. ശ്വാസം, ചിലർക്ക് ഇൻഫെക്ഷൻ ഇതുണ്ട്, മറ്റേ അലർജി, സ്ത്രീകൾക്ക് ചിലത് അതായത് വളരെ ചില ഏരിയയില് അവർക്ക് അസംബ്ലി ഓപ്പറേഷനൊക്കെ കണ്ണിന് ചില ഇത് മൈക്രോസ്കോപ്പിലൊക്കെ ആ സമയത്ത് ഒരു തലയ്ക്ക് വേദന ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് കൊടുക്കുക. അപ്പൊ ഓരോരുത്തരുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. പിന്നെ ലീഡ് ടൈം ഒരു കാര്യം കിട്ടാൻ അല്ലെങ്കിൽ ചെയ്യാൻ എത്ര സമയം എടുക്കും അതിന്. അപ്പൊ ഒരു സാധനം വാങ്ങുകയാണെന്ന് വെച്ചാൽ എത്ര സമയത്തിനുള്ളിൽ കിട്ടും? പെട്ടെന്ന് കിട്ടില്ല. ഒരു ട്രക്ക് ഉത്തർപ്രദേശിൽ നിന്ന് അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് മാർബിളും കൊണ്ട് വരണം വെച്ചാൽ കേരളത്തിലേക്ക് 3 ദിവസമെങ്കിലും വേണ്ടേ? നിങ്ങൾക്ക് ട്രക്ക് അവിടെ നിന്ന് ഇപ്പൊ പറഞ്ഞിട്ട് 1 മണിക്കൂർ കൊണ്ട് രാജസ്ഥാനിൽ നിന്ന് കിട്ടുമോ? ലീഡ് ടൈം. പിന്നെ എമർജൻസി ഓർഡർ. ചിലപ്പോൾ എമർജൻസി ഓർഡർ ഉണ്ടാവും, പെട്ടെന്ന് വളരെ എമർജൻസി ആയിട്ടുള്ള ചില ഓർഡർ ഇതുണ്ടോ. ഇപ്പൊ എമർജൻസി ഓർഡർ എന്താ പറയണേ, ചിലപ്പോൾ ഒരു വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, നേച്ചറൽ കലാമിറ്റി, എമർജൻസി. നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതൊരു എമർജൻസി അല്ലേ. അതേമാതിരി നമുക്ക് പെട്ടെന്ന് ചിലത് ഇതേക്കുള്ളൂ. കോവിഡ് മാസ്ക് എമർജൻസി അല്ലേ ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ എമർജൻസി അല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർഡർ പ്ലേസ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ, പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തില്ല, എമർജൻസിയാണ് അതുണ്ടായിരുന്നത്. അപ്പൊ ആ പോയിന്റ്, അപ്പൊ എമർജൻസി പെട്ടെന്ന് നമ്മള് ഡേ ആൻഡ് നൈറ്റ് 24 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ പ്ലാന്റ് പ്രവർത്തിക്കേണ്ടി വരും. ഓക്കെ. പിന്നെ സ്റ്റോറേജ് പറഞ്ഞു, പർപ്പസ് സ്റ്റോറിംഗ് പ്രോഡക്റ്റ്, സ്റ്റോറേജ് പറഞ്ഞു, വിഷ്വൽ ഇൻസ്പെക്ഷൻ. ഇടയ്ക്ക് അത്ര സാധനം ഒരു ഓഫീസർ അത് ഉണ്ടോ അവിടെ, ഫിസിക്കലി ടു സി, വിഷ്വൽ കണ്ണുകൊണ്ട് നോക്കുക. ഇടയ്ക്ക് ചിലപ്പോൾ ഇത്രയുണ്ട് പറഞ്ഞ അവസാനം വായ പൊളിക്കണം. കാരണം എന്താ അറിയോ, നമുക്ക് ചില സമയത്ത് അത് ഉണ്ടാവില്ല. അപ്പോ വിഷ്വലായിട്ടും ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫിസിക്കലി, വിഷ്വൽ മീൻ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യണതാ ഫിസിക്കൽ ഇൻവെന്ററി. അതാണ് 31/3
മാർച്ച് 31 എല്ലാ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എത്രയാണ് സാധനം, കാരണം പിന്നെ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ ഫിസിക്കൽ ഇൻവെന്ററി ഉണ്ടാവും, അതായത് എത്രയാണ് സ്റ്റോക്ക്, അന്ന് എവിടേക്ക് സാധനങ്ങൾ കൊടുക്കില്ല. അപ്പൊ ഉള്ള സ്റ്റോക്കിന് മുഴുവൻ ഇൻവെന്ററി എടുക്കും, ലിസ്റ്റ് ഉണ്ടാക്കും. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റ് റിഫ്ലക്ട് ചെയ്യും, സ്റ്റോക്ക് എത്രയുണ്ട്, റോ മെറ്റീരിയൽ. ഇത് അടുത്ത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് the information is a key requirement for the smooth functioning of logistics system. It helps in access to informed choices. ആർക്കാ വേണ്ട വെച്ചാൽ അവർക്ക് ഇൻഫോംഡ് ഇത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. അതായത് ടോപ്പ് ലെവൽ ആളുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫ്ലോറിലായിക്കോട്ടെ. മാനേജേഴ്സ് ഗേദർ ഇൻഫർമേഷൻ, മാനേജർക്ക് ഈ ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ടു കോർഡിനേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ ഇറ്റ്സ് കീ കോമ്പോണൻസ് ഇൻക്ലൂഡ് ജനറേഷൻ ഓഫ് ഡാറ്റ, മെയിൻ്റെനൻസ് ഓഫ് ലോജിസ്റ്റിക്, റിക്കാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിങ്. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ടോപ്പ് നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനാണോ, ഡയറക്ടർക്കാണോ, ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർക്കാണോ, പ്രസിഡന്റിനാണോ, സിഇഒനാണോ അത് റിപ്പോർട്ട് ചെയ്യണം. കാരണം അവർക്ക് അറിയണമല്ലോ. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മുടെ എത്ര പൈസ കയ്യിലുണ്ട്, എത്ര പൈസ ബാങ്കിലുണ്ട്, ഡെയിലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ടോപ്പ് ലെവലിൽ പൊക്കോളണം അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിനാണ്. അവർക്ക് അറിയണ്ടേ എത്ര ബാങ്കിൽ പൈസ ഉണ്ട്, കാരണം അതനുസരിച്ചല്ലേ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് ഡെയിലി ക്യാഷ് ഡിപ്പാർട്ട്മെന്റ്, ഇത് നമ്മുടെ പോകണം. അപ്പൊ അതാണ് റിപ്പോർട്ടിങ്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിലെ നമ്മുടെ SP ഉണ്ട്, സ്റ്റേറ്റ് ഓരോ ഡിസ്ട്രിക്റ്റിലെ സൂപ്രണ്ട് പോലെ. ആ ഇതിന്റെ ഡിസ്ട്രിക്റ്റിലെ അന്ന് നടന്ന സംഭവം മുഴുവൻ സെക്രട്ടറിയേറ്റിലേക്ക്, ഹോം സെക്രട്ടറിക്ക് അവർ റിപ്പോർട്ട് ചെയ്യണം. അനിഷ്ട സംഭവങ്ങളോ, ഇപ്പൊ എത്ര ആളെ അറസ്റ്റ് ചെയ്തെന്നോ, വേറെ എന്തെങ്കിലോ കാര്യങ്ങളൊക്കെ, അതെന്തെല്ലാം ഇൻസിഡന്റ് ഉണ്ടായോ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായോ, ഫ്ലഡ് ഉണ്ടായോ, അതൊക്കെ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ടായോ, റോഡ് ആക്സിഡന്റ്, ഇതൊക്കെ ഇല്ലേ. ഈ മാറ്റർ എല്ലാം അവിടേക്ക് അയക്കണം ഡെയിലി ബേസിസിൽ. അതാണ് റിപ്പോർട്ടിങ്. ജനറേഷൻ ഓഫ് ഡാറ്റ, സ്റ്റോക്ക് ഓൺ ഹാൻഡ് പറഞ്ഞു, റേറ്റ് ഓഫ് കൺസംഷൻ ശ്രദ്ധിക്കണം, എത്ര കൺസംഷൻ അതും കൂടി നോക്കിയിട്ട് വേണം. ലോസസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, ചിലപ്പോഴേ ചില സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റിൽ ലോസ് ആയിരിക്കും, ചിലപ്പോൾ കെടുവരും, എന്തെങ്കിലും ബ്രേക്ക് ചെയ്യും, ഗ്ലാസോ വേറെ എന്തെങ്കിലും. അത് അപ്പൊ അവർ ഡോക്യുമെന്ററി പ്രൂഫ് കാണിച്ച് നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ അയച്ചത് നമ്മുടെ കേരളത്തിനത്തോണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ദെൻ യു ടു റീപ്ലേസ്, യു ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്, അഡീഷണൽ ഇത് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് ലോജിസ്റ്റിക് റെക്കോർഡ്, സ്റ്റോക്ക് കീപ്പിംഗ് റെക്കോർഡ്. സ്റ്റോക്ക് എത്ര വന്നു, എന്ന്, എത്ര ക്വാണ്ടിറ്റി, എന്ത് മെറ്റീരിയല്, ഏത് കമ്പനി, ഇതൊക്കെ ഉണ്ടല്ലോ. അതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതണം. പിന്നെ വെദർ ക്വാളിറ്റി കൺട്രോൾ ഹാസ് ബീൻ ഡൺ, ഇതൊക്കെ റിപ്പോർട്ടിൽ ഓരോ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ട്രാൻസാക്ഷൻ എത്ര എണ്ണം, പിന്നെ അതിൽ നിന്ന് പോയി, അതായത് അവിടെ വന്ന സ്റ്റോക്കിൽ നിന്ന് എത്ര സപ്ലൈ ചെയ്തു, പ്രൊഡക്ഷനോ എന്തിനു വേണ്ടിയിട്ടോ, മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റിലേക്കോ എത്ര. ഇപ്പൊ സ്റ്റേഷനറി, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ഉണ്ട് സ്റ്റേഷനറി. അപ്പൊ അത് ട്രാൻസാക്ഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്തു. അപ്പൊ ഞാൻ ഈസി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ബുക്കിൽ ഒരു മാസം എത്ര, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര, അതറിയണ്ടേ. പെട്രോള്, ഒരു മിനിറ്റ്, നമ്മുടെ കമ്പനിയിലെ കുറെ വാഹനങ്ങളുണ്ട് വിചാരിക്കുക. നമുക്കറിയേണ്ടത് വാഹനത്തിൽ എത്ര പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണമെന്ന്. അപ്പൊ അതനുസരിച്ചല്ലേ നമ്മള് അത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതനുസരിച്ചല്ലേ ഫ്യൂച്ചറിൽ വാങ്ങാൻ പറ്റൂ. അപ്പൊ കൺസംഷൻ നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങാം. ഓക്കെ, ക്വാളിറ്റി മോണിറ്ററിംഗ് ദ ആക്ടിവിറ്റീസ്. ക്വാളിറ്റി മോണിറ്ററിംഗ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ക്വാളിറ്റി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിന്റെ ഫോർകാസ്റ്റ്, എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം. പിന്നെ ബിറ്റ്വീൻ നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കണം. പിന്നെ പ്രൊക്യൂർ ചെയ്യണം, സ്റ്റോർ ചെയ്യണം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങണം, അത് സ്റ്റോർ ചെയ്യണം. പിന്നെ ഇൻവെന്ററി, കസ്റ്റമർ ഇൻവെന്ററി സ്റ്റോക്ക് ഉണ്ട്, അത് പക്ഷേ സ്റ്റോക്ക് എന്ന കസ്റ്റമർക്ക്. ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് പ്രൊഡക്റ്റ് സെലക്ഷൻ, കസ്റ്റമറും പിന്നെ അവർക്ക് ഓരോരോ പ്രൊഡക്റ്റ് സെലക്ഷൻ ഉണ്ടല്ലോ, അവർക്ക് ഏതാണ് ചോയ്സ് അതനുസരിച്ച് നമ്മൾ, അതാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ. പിന്നെ ലോജിസ്റ്റിക് എൻവയോൺമെന്റ്, ഇവിടെ there are several factors that impact logic environment. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഗ്ലോബലൈസേഷൻ, ലോകത്തിന്റെ ഏറ്റവും വലിയ മാറ്റങ്ങൾ, ഇത് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് ഗ്ലോബലൈസേഷന്റെ. യെസ്,
ശ്രദ്ധിച്ചോളൂ. The impact of globalization is immense with the flow of private capital. അതായത് പ്രൈവറ്റ് കമ്പനികളെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ IT ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പൊ നമ്മുടെ കണ്ടമാനം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഇൻവെസ്റ്റ്മെന്റ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്, അപ്പൊ അത് മാറ്റങ്ങൾ കണ്ടമാനം വന്നിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് എക്കോണമി, അത് പിന്നെ എൻട്രി ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, എത്രയോ കമ്പനികൾ ജപ്പാന്റെയും ജർമ്മനിയുടെയും USA കമ്പനികളുണ്ട് ഇവിടെ, എല്ലാം മാറി മറിഞ്ഞ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ലോജിസ്റ്റിക് എൻവയോൺമെന്റ് ആണത്. അതനുസരിച്ച് സപ്ലൈ വേണ്ടേ, സാധനങ്ങൾ വേണ്ടേ. ഓരോന്നും നമ്മൾ ഇപ്പൊ നോക്കൂ, കെട്ടിടം പണിയാണ് വിചാരിക്കുക, അതിന് കോൺക്രീറ്റ് വേണ്ടേ, റോ മെറ്റീരിയൽസ് വേണ്ടേ, പിന്നെ എന്തെല്ലാം ആവശ്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ലോജിസ്റ്റിക് അല്ലേ. പിന്നെ പോളിസീസ് പരമപ്രധാനമാണ്. ക്ലിയർ കട്ട് പോളിസി ആവശ്യമാണ്. ഇമ്പോർട്ട് ആയിക്കോട്ടെ എക്സ്പോർട്ട് ആയിക്കോട്ടെ, അത് ക്ലിയർ കട്ട് പോളിസി വേണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട് ചിലത്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ചിലത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ചിലത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പണ്ട് ചില സമയത്ത് ഈ സവാള ഇവിടെ ഷോർട്ടേജ് ഒന്നും അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് ഡിസിഷൻ എടുക്കുന്നു, പിന്നെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇത് പിന്നെ ഇവിടെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, കാരണം രാജ്യത്തിന് അത് അഫക്ട് ചെയ്യും. അപ്പോൾ പോളിസി ഗവൺമെന്റ് ആണ് എടുക്കുന്നത്. പിന്നെ അഫക്ട് ഓൾ ദിസ് തിങ്. മെനി ഗവൺമെന്റ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് പോളിസി. പിന്നെ ഗവൺമെന്റിൽ ഓരോരോ സ്റ്റേറ്റിൽ ഓരോരോ വിധമാണ് കേട്ടോ, ഓരോ അത്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, റാപ്പിഡ് അർബനൈസേഷൻ, നമ്മുടെ സിറ്റികൾ വളർന്ന് വരികയാണ്, വിസ്തരിച്ച് അത് കംപ്ലീറ്റ് ഇല്ലേ, ജനസംഖ്യ കൂടി വരികയാണ്. അപ്പോ അവരുടെ റിക്വയർമെന്റും അവർക്ക് ഒക്കെ ഓഫീസ് അതിന് ടേബിൾ വേണ്ടേ, ടേബിൾ വെച്ചാൽ ചെയർ വേണ്ടേ, ചെയർ അത് എയർ കണ്ടീഷൻ വേണ്ടേ, ഫാന് വേണ്ടേ, എല്ലാം വേണ്ടേ, ക്യാൻറ്റീൻ വേണ്ടേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോരോ പോളിസീസും റിക്വയർമെന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്താ, ലോജിസ്റ്റിക് മാനേജേഴ്സ് need to keep themselves updated on current ഗവൺമെന്റ് പോളിസി എന്താണെന്ന് അറിയണം. നമ്മൾ ഈ നാഷണൽ ബഡ്ജറ്റ് ഒക്കെ വരുമല്ലോ ഈ ജനുവരി ഫെബ്രുവരി, ഗവൺമെന്റ് പോളിസി അനൗൺസ് ചെയ്യും സെൻട്രൽ ഗവൺമെന്റിന്റെ. ആ പോളിസിയൊക്കെ വായിച്ചിട്ട് ഇമ്പോർട്ടന്റ് ഇതെന്താണ്, നികുതി എന്താണ്, GSTയുടെ എന്താണ്, ഇതൊക്കെ അറിഞ്ഞിന്. ടാക്സേഷൻ, കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ്, പേഴ്സണൽ ടാക്സ് എന്താണ്, വെൽത്ത് ടാക്സ് എന്താണ്, ഗിഫ്റ്റ് ടാക്സ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? RBI ഗൈഡ് ലൈൻസ് എന്താണ്. അപ്പൊ പോളിസീസ് ഒന്നേക്കോളൂ. ഒരു ബാങ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ RBI ക്ലിയറൻസ് വേണം. മനസ്സിലായോ? അല്ലെങ്കിൽ പിറ്റേ ദിവസം പിടിക്കും. സംഭവിച്ചു ഇവിടെ. ഉദാഹരണം പറയണോ? അതും പറയാം. ഈ പോളിസീസ് എത്ര ഇതാണെന്ന്. നമ്മുടെ മണപ്പുറം ഫൈനാൻസ് അവരുടെ ഒരു ബാങ്ക് അവർ സ്റ്റാർട്ട് ചെയ്തു, ധാര കേസ് കൊടുത്തു. പെട്ടെന്ന് RBI പറഞ്ഞു ഇന്ന് രാത്രി പൂട്ടിക്കൊള്ളാൻ എല്ലാം. ഇതല്ല മറ്റേ ഫൈനാൻസ് അല്ല, ഗോൾഡിന്റെ അതല്ല, ബാങ്ക് എന്ന് വെച്ചാൽ RBI ക്ലിയറൻസ് വേണം. മനസ്സിലായോ? അതാണ് പോളിസി. മനസ്സിലായോ? അപ്പൊ പർച്ചേസ് പോളിസി, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി, സേഫ്റ്റി പോളിസി, എൻവയോൺമെന്റ് പോളിസി, പർച്ചേസ് പോളിസി, മാർക്കറ്റിംഗ് പോളിസി, കോർപ്പറേറ്റ് പോളിസി. പോളിസീസ് അതാണ്. നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ടാക്സിന്റെ ഒക്കെ ഓരോ പോളിസീസ് അല്ലേ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വേറെ കാര്യം, ഒരു കുട്ടിയെ ദത്തെടുക്കണം, അതിനില്ലേ പോളിസി, നിയമങ്ങള്. ഡൈവേഴ്സ് ചെയ്യണം വിചാരിക്കും, പോളിസി നിയമമില്ലേ, ഇന്നതായിരിക്കണം, കൗൺസിലിംഗ് വേണം, അത് കഴിഞ്ഞ് ഇത്ര കാലാവധി വേണം, കാരണങ്ങൾ അറിയണം, അത് പിന്നെ കോമ്പൻസേഷൻ, ഇന്നതാണ് ഒരു കുട്ടിക്ക് ആര് നോക്കുന്നതൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അതൊക്കെ പോളിസി ഉണ്ട്, ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ കോടതി ഇടും. അപ്പൊ ഇത്. പിന്നെ അടുത്തത് അഡാപ്റ്റബിലിറ്റി. പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും സ്വീകരിക്കല്. ചില കാര്യങ്ങള് അത് അഡാപ്റ്റ് ചെയ്യണം. പറയണോ? പെട്ടെന്ന് ഉദാഹരണം പറയാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. പണ്ട് ഒരു കാലത്ത് കമ്പ്യൂട്ടർ വന്നപ്പോ, കാൽക്കുലേറ്റർ വന്നപ്പോ, നമ്മുടെ കേരളത്തില് LIC ഇതേമാതിരിയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് എറിയാനും പിടിക്കാനും ഗ്ലാസ് ഉടയ്ക്കാനും ഒക്കെ തുടങ്ങിയത്. ഓക്കെ, we were not ready to accept
the change because they thought അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉണ്ടാവും. എഴുതുന്ന സ്ഥലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടുത്തെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന അവരുടെ ജോലി പോലും എന്ന് വെച്ചിട്ട് ഇതുണ്ടായിരുന്നു. ഇന്നോ നമ്മളത് ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്ലാസ് എടുക്കാൻ പറ്റുമോ? സാഹചര്യത്തിനനുസരിച്ച് കൊറോണ വന്ന സമയത്ത് നമ്മളെ ഓൺലൈൻ ക്ലാസ് അല്ലേ ഉണ്ടായിരുന്നത്, പണ്ട് അതിനു മുമ്പേ ഫിസിക്കൽ ക്ലാസ് അല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് അഡാപ്റ്റബിലിറ്റി. ഏതാണ് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കണം. ഇനി ഇതിന്റെ അപ്പൊ അഡാപ്റ്റബിലിറ്റി പറഞ്ഞു, വേർ മാനേജേഴ്സ് ഡു നോട്ട് കൺട്രോൾ ദി ഇൻപുട്സ്. ചില കാര്യങ്ങളുണ്ട്, ചിലത് നമുക്ക് നമ്മുടെ കയ്യിലല്ല. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. റുപ്പി, ഡോളർ, പെട്ടെന്ന് പെട്രോൾ പൈസ കൂടി. അപ്പൊ ചിലത് നമ്മുടെ കയ്യിലല്ല. ഇതൊക്കെ നമ്മളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ചില കാര്യങ്ങൾ പെട്രോൾ പ്രൈസ് നമ്മുടെ കയ്യിലല്ലത്. കാരണം ഇന്റർനാഷണൽ ഇഷ്യൂ ആണിത്. മനസ്സിലായോ? റുപ്പി, ഡോളർ, റുപ്പി, യെൻ, റുപ്പി, പൗണ്ട്സ്, ഇതിന്റെയൊക്കെ ഇത് മനസ്സിലായി. അതും കൂടി ഓർമ്മിക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മളൊരു കാര്യം ഇതിങ്ങനെ മാറിയ അത് സ്വീകരിച്ചല്ലേ പറ്റും ചിലപ്പോ. അല്ലാതെ നമ്മളെന്ത് ചെയ്യുമ്പോ നമ്മൾ ഫോറിൽ പോകണം വിചാരിക്കുക. ഒരു ഡോളറിന് എത്ര റുപ്യാണെന്ന് അതനുസരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുക ഓരോ കാര്യങ്ങൾ, മാറ്റം, എക്സ്ചേഞ്ച്. ഓക്കെ, ഉണ്ടാവും. അപ്പൊ അതായി. പിന്നെ ഇനി കൺക്ലൂഷൻ. ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ ഇൻക്ലൂഡ്സ് key activities such as product selection. ലോജിസ്റ്റിക് മാനേജ്മെന്റ് പറഞ്ഞ സൈക്കിള് ഇതില് ഇൻക്ലൂഡ് കീ ആക്ടിവിറ്റീസ് സച്ച് ആസ് പ്രൊഡക്റ്റ്, റൈറ്റ് പ്രൊഡക്റ്റ്, നല്ല പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുക, ക്വാളിറ്റി പ്രൊഡക്റ്റ്. അപ്പൊ ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക്, കാരണം ഇത് ഇൻഫീരിയർ പൈസ കമ്മിയാണ് പറഞ്ഞിട്ട് ഇൻഫീരിയർ ക്വാളിറ്റി വാങ്ങിയിട്ട് വിചാരിക്കുക. അപ്പൊ അത് മെഷീനിൽ പോണ സമയത്ത് അത് ചില സമയത്ത് എല്ലാം റിജക്റ്റ് ആവും. മനസ്സിലായോ? പിന്നെ അങ്ങനെയൊക്കെ എത്രയോ സംഭവം ഉണ്ടായിട്ട് പല കാര്യങ്ങളും. അതിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോ ക്വാണ്ടിഫിക്കേഷൻ. വാങ്ങുന്നതൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കണം. ചിലത് 100 വന്നു വെച്ചാൽ 50 വന്നുള്ളൂ, അല്ലെങ്കിൽ 100 വന്നു വെച്ചാൽ 150 വന്നു എന്ന് പറയരുത്. ക്വാണ്ടിഫിക്കേഷൻ. പിന്നെ പ്രൊക്യൂർമെന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എവിടെ നിന്നാ കിട്ടുക? ചില സാധനങ്ങൾ പർട്ടിക്കുലർ ഒരേ ഒരു പാർട്ടിയുടെ ചിലത് കിട്ടൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്താന്ന് പെട്ടെന്ന് പറയട്ടെ. നമ്മുടെ മരുന്ന്, ഫാർമസ്യൂട്ടിക്കൽ മെഡിസിന് എക്സ്പയറി ഡേറ്റ് വരെ ആ മെഡിസിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നീത്ത ജലാറ്റിനാണ് കമ്പനി. ഓക്കെ, അതായത് ജലാറ്റിൻ, അതായത് ഇത് എന്താ കാരണം വെച്ചാൽ ഈ ഒരു എക്സ്പയറി ഡേറ്റ് വരെ ആ മരുന്നിനെ കാത്തു സൂക്ഷിക്കണ്ടേ, അത് നീത്ത ജലാറ്റിൻ. അങ്ങനെ ചില കമ്പനി, പണ്ട് ഷൂ ബാട്ടാന്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചിലത് എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടൂ. മനസ്സിലായില്ലേ? എല്ലായിടത്തും കിട്ടില്ല. അപ്പൊ ചിലത് കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നമ്മുടെ പട്ടാളത്തിന് വേണം. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് എവിടുന്ന് മേടിക്കുന്ന? അതായത് DMRC, DRDOയുടെ. ഇപ്പൊ പിന്നെ ചില അതേ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്, അവിടുന്ന് മേടിക്കാൻ പറ്റൂ. അപ്പൊ ഹിയർ വാട്ട് വി ആർ ടെല്ലിംഗ്, പ്രൊക്യൂർമെന്റ്. ഇത് എവിടുന്ന സാധനം കിട്ടുക എന്ന് അറിയണ്ടേ, പ്രൊക്യൂർമെന്റ്. ഓക്കെ, ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്. പറഞ്ഞല്ലോ, ഇൻവെന്ററി, എക്സസ് ഇൻവെന്ററി പാടില്ല. അതായത് നമ്മുടെ മണി ബ്ലോക്ക് ആവും കമ്പനിയുടെ. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ സ്റ്റോറേജ് പാടൂ. പക്ഷെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ട് വിചാരിക്കുക, അപ്പൊ കുറച്ച് അത് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ട് ഗോഡൌണിൽ കൊണ്ടിട്ടാൽ ഇത് വിറ്റല്ലാണ്ട് കമ്പനിക്ക് കാശ് കിട്ടില്ല. വാങ്ങാൻ കാശ് കൊടുക്കും വേണം. മനസ്സിലായില്ലേ? നോ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും വളരെ ശ്രദ്ധിക്കണം. സോ അതർ ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്പ് ഡ്രൈവ് ദ ലോജിസ്റ്റിക് സൈക്കിൾ ആൻഡ് ആർ ഓൾസോ ദ ഹാർട്ട് ഓഫ് ലോജിസ്റ്റിക് ആർ ഓർഗനൈസേഷൻ. സ്റ്റാഫിംഗ് പറഞ്ഞ റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റ് പറഞ്ഞ എന്താണ്? ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്, അത് റൈറ്റ് പ്ലേസിൽ അയാളെ കീപ്പ് ചെയ്യണം. അതാണത് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. അത് പിന്നെ ഇത് ഇവിടെ പറയണ്ട. അപ്പൊ റൈറ്റ് പേഴ്സൺ, ടാലന്റഡ് പേഴ്സൺ അയാളെ റിക്രൂട്ട് ചെയ്യണം റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ. അതാണ് റിക്രൂട്ട്മെന്റ്. ബഡ്ജറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പിന്നെ സൂപ്പർവിഷൻ പറയേണ്ട ആവശ്യമില്ല, മോണിറ്ററിങ് ആൻഡ് എവാലുവേഷൻ, എന്താ ചെയ്ത് ഫോളോ അപ്പ് വർക്ക്. ഓക്കെ, അത് പിന്നെ ഈ ലോജിസ്റ്റിക് സിസ്റ്റം ഓർഗനൈസേഷൻ നീഡ്സ് ടു ഹാവ് എൻ അപ്രോപ്രിയേറ്റ് ലോജിസ്റ്റിക് യൂണിറ്റ് ഹാവിങ് ആഡ്വക്കേറ്റ് റിസോഴ്സ്. അതായത് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്
പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അതോറിറ്റി, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാള്. പിന്നെ ദിസ് എനേബിൾസ് ടു ബ്രിങ് അബൌട്ട് നെസസറി ചേഞ്ച്, അവർക്ക് ഇതെല്ലാം ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാം, ആക്ടിവിറ്റീസ് ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യും. സോ ഇറ്റ് മെയിൻറ്റെയിൻ എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ക്വാളിറ്റി ലെവല് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും അവർക്ക് പ്രൊസീജിയർ ഉണ്ടാക്കാനും അവർക്ക് സാധിക്കും. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഓക്കെ, സോ യൂണിറ്റ് 4 ഈസ് ഓവർ ടുഡേ. So we'll meet tomorrow. Thank you very much.